ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ അതാ ഞാൻ ഈ പറക്കി വെക്കണ ഉണ്ടല്ലോ, നിസ്സാരക്കാരനല്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ഉണ്ടക്ക്. പ്രത്യേകിച്ചും ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു ഉണ്ട കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ മുടിക്ക്, സൗന്ദര്യത്തിന് എല്ലാറ്റിനും പറ്റുന്ന ഒരു ഉണ്ടയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം പണിയില്ല, എന്നാലും ചെറിയൊരു പണിയുണ്ട്. എന്നാൽ നമുക്ക് ഒരുമിച്ച് കൊണ്ട് ഉണ്ടാക്കാം അല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടാൽ തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ കാണുക. അപ്പോൾ ഇത് ഞാനൊരു കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരേ പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അളവുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ പാത്രങ്ങൾ അങ്ങോട്ട് നിരത്തി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു കപ്പ് എള്ളാണ് എടുത്തത്. അപ്പോൾ അര കപ്പ് നവരരി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കാഭാഗം സൺഫ്ലവർ സീഡ് ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കാഭാഗം ആശാളി എടുക്കുക. അതിൻ്റെ ഒരു കാഭാഗം തന്നെ നമുക്ക് ഉലുവ എടുക്കണം. ഇനി ഇതാ ഒരു കപ്പ് കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പുറത്തേക്ക് പോയിട്ടുണ്ട്, നമുക്ക് മാറ്റിയേക്കാം. അതേ ഒരു കപ്പ് തന്നെ ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു കൊട്ടത്തേങ്ങ വേണം, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എള്ളൊന്ന് കഴുകിയെടുക്കണം. എള്ള് 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. അതിൽ ഒരു കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മുന്നേ തന്നെ നമുക്ക് കഴുകിയിട്ട് ഉണക്കി വെക്കായിരുന്നു, ഞാനത് മറന്നു പോയതാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്കിയ എള്ള് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എള്ളുണ്ട ഉണ്ടാക്കി വെക്കും കേട്ടോ, മുടിക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് എള്ള് മേടിച്ചിട്ട് ഉണക്കി വെക്കാറുണ്ട്. ഉണക്കി വെച്ചത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട്, കോട്ടൻ്റെ ഒരു തുണിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. വൃത്തിയുള്ളത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വെള്ളം വരാൻ വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ പേപ്പറാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി അതൊന്ന് ഇതായി വരട്ടെ. അപ്പം അങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നവരരിയും കൂടിയും കഴുകിയെടുക്കുക. അതും 3-4 പ്രാവശ്യം തന്നെ കഴുകിയെടുക്കണം കേട്ടോ. അതിൽ മറ്റേ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് കളഞ്ഞിട്ട് വേണം. അപ്പോൾ അതും കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങനത്തെ ഒരു നാളികേരം എടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിൽ വെള്ളം വറ്റിയത് കൊപ്ര പോലെ ആയത്, എന്നാൽ നന്നായിട്ടാണ്ട് കൊപ്ര ആവുകയും ചെയ്യരുത്. ഉള്ളിലത്തെ വെള്ളം വറ്റിയ നാളികേരം ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മീതത്തെ ആ ഒരു കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെത്തി കളയുക. ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ മനസ്സിലായിട്ടില്ല, അത്ര കൊപ്ര ആയിട്ടില്ല, എന്നാൽ നാളികേരം അല്ലാത്ത സൈസ് ആയതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നാളികേരത്തിൻ്റെ ആ ചിരകിയ പോലെ ആയിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, നല്ല കളറുള്ളത് കിട്ടും കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് മിഠായി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കുറേ പൈസ കൊടുത്തിട്ടൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവും, ഒരു കൊട്ട തേങ്ങയിലും എടുക്കാണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിട്ട് വറുക്കരുത് കേട്ടോ, ഓരോന്നിനും ഓരോ വറവാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നവരരി ഒന്ന് വറുത്തെടുക്കുക. ഇതിങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ പൊട്ടണൊരു സൗണ്ട് കേൾക്കും, നമ്മൾ പൊരിഞ്ഞ് വരിക എന്നൊക്കെ പറയില്ല, അതുപോലെ ആകുമ്പോൾ അത് നമുക്കിങ്ങനെ കോരിയെടുക്കുക. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കുന്നത്, ചട്ടികളൊന്നും മാറ്റണ്ട. ഇനി കപ്പലണ്ടിയും കൂടി വറുത്തെടുക്കുക. കപ്പലണ്ടി സുഖമായിട്ട് വറക്കാനുള്ള, നമുക്ക് കളറ് മാറാതിരിക്കണമെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കപ്പലണ്ടി വറുത്തിട്ട് വരും. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ വിചാരിച്ചിട്ടാണ് ഇതിലിട്ടിട്ട് വറുത്തത്. ഞാൻ കപ്പലണ്ടിയൊക്കെ അങ്ങനെയാണ് കേട്ടോ വറുത്തെടുക്കുക. ഇനി ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സൺഫ്ലവർ സീഡും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകരുത്. കണ്ടോ, ചെറുതായിട്ട് എൻ്റെ കളറ് മാറിയിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടായാലും ഇങ്ങോട്ട് കോരിയെടുക്കാം, നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടി ഇങ്ങോട്ട് കോരിയെടുക്കുക. ഉലുവ കരിഞ്ഞ് പോകരുതിട്ട്, കരിഞ്ഞ് പോയി നല്ല കയ്പ്പ് കൂടും. എൻ്റെ തന്നെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ടാണ് ഞാൻ സിമ്മിലാക്കി വെക്കാനും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആശാളി കണ്ടില്ലേ, പൊട്ടിന്ന് കണ്ടില്ലേ, ആ ഒരു പാകമാകുമ്പോൾ ആശാളി ഇങ്ങോട്ട് കോരിയെടുക്കുക. ഇനി നമുക്ക് എള്ളും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എള്ള് കുറച്ച് വറുത്തെടുക്കുക. നമ്മൾ ശരിക്കാണ്ട് ഉണങ്ങാത്ത കാരണം ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എള്ളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എള്ള് മുന്നേ തന്നെ കഴുകി വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുത്തോളൂ കേട്ടോ. അവിടെ 2 ദിവസമായിട്ട് ചെറുതായിട്ടൊന്ന് മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇപ്പോഴേ തന്നെ കഴുകിയിട്ട് അതങ്ങ് വറുത്തെടുത്തത്. അപ്പോൾ ഇനി ആ ഒരു ചട്ടി നന്നായി തുടച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കറുത്ത കളർ വരും. ഇനി അതിലേക്ക് ഈ ഒരു നാളികേരം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അത് കുറച്ച് ദിവസം നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് 1-2 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നാളികേരം അങ്ങനെ വലുതാക്കിയിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ആ ഒരു വെള്ള കളറിൽ തന്നെ കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചൂടാക്കിയിട്ട് കുറച്ച് ദിവസം അധികം വെക്കണമല്ലോ, അപ്പോൾ അത് കാരണമാണ്. ഇനി അതൊന്ന് കോരിയെടുക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ, ഇതിങ്ങനെ മാറ്റി കൊടുക്കണം കാരണം. ഇനി ഒരു 4 ഏലയ്ക്കും പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ 4 ഏലയ്ക്കും കുറച്ച് നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശർക്കര പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് എടുത്തോളൂ. ഞാനിവിടെ വലിയ ശർക്കര തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു 4 അച്ചുണ്ടാവും കേട്ടോ. നമുക്ക് മധുരം കുറച്ച് മതി, മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ. അപ്പോൾ അതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കപ്പലണ്ടിയുടെ തൊലി കളഞ്ഞിട്ട് അത് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് പൊടിച്ചിട്ട് ഒരുമിച്ചിടാം കേട്ടോ. ഇനിയിപ്പോൾ വേറെ പാത്രങ്ങളൊന്നും വേണ്ട.
ഇനി പൊടിക്കാറുണ്ട് നവരേരിയാണ്. അപ്പോൾ അത് പൊടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ട് 2 കറക്കൽ കറക്കിയാൽ പൊടിഞ്ഞ് വരും കേട്ടോ. നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഇനി അണ്ടിപ്പരിപ്പും സൺഫ്ലവർ സീഡും നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും വേഗം പൊടിഞ്ഞ് വരും. അപ്പോൾ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ആശാളി. അപ്പോൾ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 2 കറക്കലൊന്ന് കറക്കിയാൽ മതി. അതും വേഗം പൊടിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ഒരു പകുതി മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉലുവയാണ്. അപ്പോൾ ഉലുവ പൊടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് തരിപ്പുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ട കഴിക്കുമ്പോൾ അങ്ങനെ അറിയില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇലയ്ക്ക് നല്ല ജീരകം. അപ്പോൾ അതും കൂടി പൊടിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ എള്ള്. അപ്പോൾ എള്ളും കൂടി പൊടിക്കൽ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. എള്ള് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതാ ശർക്കര നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊരു കട്ടി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കഞ്ഞി പോലെയാവും. അപ്പോൾ അതിലേക്ക് ഞാൻ പകുതി നാളികേരമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നാളികേരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അത്ര ഇട്ട് കൊടുത്തോളാം. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കർക്കിടക മാസം കഴിഞ്ഞിട്ട് പിന്നെ തടി കുറക്കാൻ നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അത് കാരണം കുറച്ച് നാളികേരം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എള്ളിട്ടിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. സിമ്മിൽ വെക്കണം, നല്ല ഹൈ ഫ്ലെയിം ആക്കരുത്, ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇനി ഇതാ പൊടിച്ച് വെച്ച പൊടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ വിചാരിക്കും, കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ. ഇനി ഇതാ ഞാൻ കുറച്ച് എള്ള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പൊടിക്കാത്ത എള്ള്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ള എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ, നമുക്കൊരു ഭംഗിക്ക് കിട്ടും. അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം അത് കാണുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെള്ളം എള്ളില്ല, അപ്പോൾ ഞാൻ കറുത്ത എള്ള് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ശർക്കര പാനിയിൽ തന്നെ കിടന്നിട്ട് ഇതൊന്നായി വന്നോട്ടെ. പിന്നെ ആ ഒരു സമയത്ത് ഫ്ലെയിം കുറയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി ഇതാ നമുക്കൊന്ന് ചൂടാറാം. നല്ല ചൂടാറണ്ട, നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റുന്ന, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചൂടാവണ സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കാം. ഇനി അതിൻ്റെ ശേഷം ഇതാ ഓരോ ഉരുളകൾ ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. നമുക്ക് ശരിക്കും ഉരുളകളാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, നമ്മളെല്ലാം പൊടിച്ചിട്ട് എടുത്തതാണല്ലോ. അപ്പോൾ അതാ ഞാൻ ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുളകളാക്കുമ്പോൾ തന്നെ അത് ഷേപ്പായി കിട്ടും. ഇളം ചൂടോടക്കനെ തന്നെയാണ് കേട്ടോ ഞാൻ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നത്. ചൂടാറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, ചൂടാറാൻ പിന്നെ കട്ട പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് എല്ലാം ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മളെല്ലാം ചൂടാക്കി എടുത്തതാണ്. ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് സുഖമായിട്ടിരിക്കും. പിന്നെ അതിൽ കൂടുതൽ എനിക്കറിയില്ല. നമുക്ക് ദിവസം രാവിലെ വൈകിട്ടൊക്കെ ഓരോന്നൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, കയ്പൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.